ലോകത്തിനു മുന്നിൽ കേരളത്തെ അവതരിപ്പിക്കുന്ന കേരള ട്രാവൽ മാർട്ടിന് കൊച്ചിയിൽ ഗംഭീര തുടക്കം. ത്രിദിന ട്രാവൽ മാർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിക്കും മനുഷ്യനും പരിഗണന നൽകിയുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ വിനോദസഞ്ചാര മേഖലയ്ക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. The 12th edition of Kerala Travel Mart being inaugurated by the Honourable Chief Minister of Kerala, Sri Pinarayi Vijayan, in the presence of dignitaries. കോവിഡാനന്തരം സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2 കോടിയിലധികം വിനോദസഞ്ചാരികൾ കഴിഞ്ഞ സീസണിൽ കേരളം സന്ദർശിച്ചു. ആഗോളതലത്തിൽ ഫലപ്രദമായ ഇടപെടലുകളിലൂടെയാണ് ഈ നേട്ടം സാധ്യമായത്. കഴിഞ്ഞ ബജറ്റിൽ 350 കോടി രൂപയാണ് സർക്കാർ വിനോദസഞ്ചാര മേഖലയ്ക്കായി മാറ്റിവെച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ പൂർവാധികം ശക്തിയായി മടക്കിക്കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ട്രാവൽ മാർട്ട് നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു ഇവന്റാണ്. ഈ ട്രാവൽ മാർട്ടിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. കേരളത്തിലെ തനിമകളും വിനോദസഞ്ചാര മേഖലയിലെ സാധ്യതകളും ലോകസമക്ഷം എത്തിക്കുവാൻ കേരള ട്രാവൽ മാർട്ടിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. മന്ത്രി P.A. മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരുന്നു. കേരളം ലോകത്തിന്റെ തന്നെ കവാടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. Whether it's for medical treatments, dental care, Ayurveda or wellness, we offer the most authentic facilities, staffed by the best professionals in this field. Global trends shows that travelers are increasingly inclined towards sustainable tourism, and we are proud to say that Kerala has been a pioneer in this movement. വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് 10,000 കോടിയുടെ നിക്ഷേപമാണ് സമീപഭാവിയിൽ സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി K.N. ബാലഗോപാൽ പറഞ്ഞു. And it's a very interesting thing that this KTM, it's not a government organization, it is a society by the tourism entrepreneurs. Around 600 people who formed this society, and government is giving some small support, that's all. So they are doing this, and day by day, for the last 24 years this is happening. And day by day or year by year, the participants are increasing and the activities are also increasing. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു, KTM-ന്റെ മുൻ സാരഥികളായ ജോസ് ഡൊമിനിക്, E.M. നജീബ്, റിയാസ് അഹമ്മദ്, എബ്രഹാം ജോർജ്, ബേബി മാത്യു സോമതീരം തുടങ്ങിയവരെ മന്ത്രിമാർ ആദരിച്ചു. Past President Mr. Baby Matthew Somathiram. Those are the past presidents of KTM Society, and if they are the right hands, we have the left. KTM പ്രസിഡന്റ് ജോസ് പ്രദീപ്, KTDC ചെയർമാൻ P.K. ശശി, ടൂറിസം സെക്രട്ടറി K. ബിജു, KTDC MD ശിഖ സുരേന്ദ്രൻ, ഹൈബി ഈഡൻ MP, MLA-മാരായ K. ബാബു, TJ വിനോദ്, KJ മാക്സി, മേയർ M. അനിൽകുമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ജീവൻ ന്യൂസ്, കൊച്ചി.